ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളെ ഇനി എന്താണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ ഏതായാലും പറഞ്ഞു പോറാക്കുന്നില്ല. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ സച്ചി നേരെ വന്നിരിക്കുന്നത് വർഷയുടെ വീട്ടിലേക്കാണ്. രണ്ട് കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സച്ചിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചൊന്നും അറിയില്ല. തന്റെ അച്ഛനോടുള്ള വൈരാഗ്യവും വാശിയുമാണ് നമ്മുടെ ശ്രീകാന്തിനോട് തീർത്തത് എന്ന് ഓർത്തിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും സച്ചി അങ്ങോട്ടേക്ക് കയറി വന്നതും പെട്ടെന്ന് തന്നെ വർഷയുടെ അച്ഛൻ കണ്ടു. വർഷയുടെ അച്ഛൻ കണ്ടതും നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു. കാരണം സച്ചിയോട് അത്രമാത്രം ദേഷ്യമുണ്ടല്ലോ വർഷയുടെ അച്ഛന്. അപ്പോഴേക്കും സച്ചി ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ എന്റെ അനിയനെ തല്ലിയത്? എന്റെ അച്ഛനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കണം, അല്ലാതെ എന്റെ അനിയനെ തല്ലിയല്ല പക വീട്ടുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ അനിയനെ തല്ലിയത് നിന്റെ അച്ഛനോടുള്ള വാശിക്കാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതെ, അത് ചോറുണ്ടെന്നവർക്ക് മനസ്സിലാകാന്നുള്ള കാര്യം തന്നെയുള്ളൂ. എന്റെ അനിയനെയോ എന്റെ വീട്ടുകാരെയോ കൈവച്ച് കഴിഞ്ഞാല് വേറെ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ അടങ്ങിയിരിക്കില്ല. ഈ സച്ചി ജീവനോടെ ഉള്ളപ്പം എന്റെ അച്ഛന്റെ ദേഹത്തോ എന്റെ അനിയന്മാരുടെ ദേഹത്തോ കൈ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ കൈ ഞാൻ വെട്ടിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മ കടന്നു വന്നത്. വർഷയുടെ അമ്മ കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ല ഇവൻ എന്തിനാ ഈ തെരുവുനായെ പോലെ വന്ന് ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത്? അതെ, വഴി കൂടെ പോകുന്ന പട്ടികൾക്കൊക്കെ കയറി ഇറങ്ങാൻ പണിതിട്ടേക്കുന്ന വീടല്ല ഇത്. അല്ല ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് സച്ചി എന്ന് പറഞ്ഞതേ മിണ്ടിപ്പോകരുത്. ആരാ തെരുവ് നായെന്നും ആരാ കണ്ടെടുത്ത് നിരങ്ങി നടക്കുന്ന പട്ടിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്ക് ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന്. എന്റെ അച്ഛൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എന്റെ അച്ഛന്റെ പെൻഷൻ തടഞ്ഞു വെച്ചു. എന്നിട്ട് നിങ്ങളോട് എന്റെ അച്ഛൻ ചോദ്യം ചെയ്യാൻ വന്നില്ലല്ലോ. എന്റെ അച്ഛൻ കോടതി പോയാ ആ പൈസ എല്ലാം മേടിച്ചെടുത്തത്. എന്നിട്ട് ആ വൈരാഗ്യം എന്റെ അനിയനോട് തീർക്കുന്നോ? ഇത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, ഓഹോ അപ്പം എല്ലാവരും കൂടെ തുനിഞ്ഞിറങ്ങിയതാ അല്ലേ? അല്ല ശ്രീകാന്ത് എന്ന് പറയുന്ന അവനെ പറഞ്ഞു വിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതും എന്റെ മകളെ വശത്താക്കാന്നല്ലേ വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറഞ്ഞു വിട്ടു? എന്തിനു പറഞ്ഞു വിട്ടു? ദേ എന്റെ അച്ഛനെ പറഞ്ഞാ ഉണ്ടല്ലോ, എന്റെ അച്ഛൻ അങ്ങനെ ആരെയും പറഞ്ഞു വിടേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മതി, അല്ലാതെ അച്ഛന്റെ കാര്യമൊന്നും ഇവിടെ എടുത്തിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പെട്ടെന്ന് പുറകെ കയറി വന്നത്. കാരണം ശ്രീകാന്ത് പാഞ്ഞു പുറകെ എത്തിയിട്ടോ. കാരണം ശ്രീകാന്തിന് അറിയാം സച്ചി അവിടെ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, സച്ചി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ട് ശ്രീകാന്തിന് അറിയാം. അതുകൊണ്ട് ശ്രീകാന്ത് ഓടി വന്നിട്ട് ഏട്ടാ എന്താ പറ്റിയത്? ഏട്ടാ ബാ ഏട്ടാ നമുക്ക് പോകാം, വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞപ്പോ മാറി നിൽക്കടാ നീ ഇങ്ങോട്ട്. നിനക്ക് പ്രശ്നത്തിനൊന്നും പോകാൻ ആഗ്രഹമില്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛനെ പറഞ്ഞാലോ എന്റെ വീട്ടുകാരെ പറഞ്ഞാലോ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. അല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ശ്രീകാന്ത് എന്തോ ചെയ്തെന്ന്. അവൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? അവനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞു. ദേ ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടത് നിങ്ങളുടെ ടീമാണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടതല്ല, സോറി, ശ്രീകാന്തിനെ തല്ലാൻ ആളിനെ പറഞ്ഞു വിട്ടത് നിങ്ങളുടെ ടീമാണെന്നേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇനി മേലാൽ എന്റെ അനിയനെയോ എന്റെ അച്ഛന്മാരെയോ വല്ലതും തൊട്ടാണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയുന്നു പറഞ്ഞപ്പം, അതെ നിന്റെ അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്റെ മോളുടെ പുറകെ നടക്കരുതെന്ന്. എന്റെ മോളുടെ പുറകെ നടക്കാതിരുന്നാല് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ പുറകെ ഒന്നും വരാൻ പോകുന്നില്ല. അല്ലെങ്കിലും നിന്റെ വീറ അച്ഛന്റെ പുറകെ വന്നിട്ട് എന്ത് കിട്ടാനാ? പുള്ളിക്കാരന് പെൻഷൻ കിട്ടി ജീവിച്ചു പൊക്കോട്ടെ, അതിന് എനിക്കിവിടെ വിരോധമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും സച്ചി പറഞ്ഞു, അതേ ഞാൻ പറഞ്ഞു എന്റെ അച്ഛന്റെ പേരിൽ ഇതിൽ വലിച്ചിറക്കി ഇടരുത് എന്ന്. എന്റെ അച്ഛൻ പണിത് അധ്വാനിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇത്രയും വരെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് എന്റെ അച്ഛൻ ചെയ്യുന്ന ജോലിയെ അന്തസ്സായിട്ടാ ചെയ്തിട്ടുള്ളത്. അത് അത്രയ്ക്ക് മാന്യത കുറവുള്ള ജോലിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ പെണ്ണിന്റെ പുറകെ എന്റെ ശ്രീകാന്ത് നടക്കുകയാണെന്ന്. അല്ല അതിൽ എന്തുമാത്രം സത്യം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനെ തൊട്ടടുത്ത് നിന്റെ അനിയൻ നിപ്പുണ്ടല്ലോ, നിന്റെ അനിയനോടൊന്ന് ചോദിച്ചു നോക്ക് അതിനകത്ത് സത്യം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി ശ്രീകാന്തിന്റെ നേരെ നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ടേ ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരിക്കലും അവര് അച്ഛനോടുള്ള വാശി കാരണമല്ല തല്ലിയത്, അതൊക്കെ ഞാൻ പറഞ്ഞ് വ്യക്തമാക്കാം. ഏട്ടൻ ഇങ്ങ് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ കൈ പിടിച്ചോണ്ട് പുറത്തേക്ക് പോയിട്ടോ. സച്ചിക്ക് ഒരു നിമിഷം കിളി പാറിയെന്ന് പറയാം. കാരണം സച്ചി അത്രയും നേരം വിചാരിച്ചിരുന്നത് എന്തോ മുൻവൈരാഗ്യം എന്ന് പറയുന്നത് ആ ഒരു കോടതി പോയി കേസ് കളിച്ചൊക്കെ പുള്ളിക്കാരൻ തോറ്റുപോയല്ലോ, അപ്പൊ അതിന്റെയാന്ന് ഓർത്താ സച്ചി ഇരുന്നത്. ഏതായാലും സച്ചി വെളിയിൽ ഇറങ്ങിയതും പറഞ്ഞു, എന്താണ് ശ്രീകാന്ത് പറയാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സച്ചിയുടെ വേറെ ഒന്നുമല്ല, ഇയാളുടെ മോൾ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു.
വെറും ഫ്രണ്ട് ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ കൊട്ടേഷനൊക്കെ തരുന്നത്, അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മാത്രമാണോ, അത് പിന്നെ വേറൊന്നും ഞങ്ങൾ തമ്മിലില്ല, ഫ്രണ്ട് തന്നെയാ, പക്ഷെ അയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ സച്ചി പറഞ്ഞു വേണ്ട, അങ്ങനെയുള്ളൊരു കൂട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിൽ നിന്നൊരു കൂട്ട് പിടിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ, അങ്ങനെ ഒരു കൂട്ടുണ്ടെങ്കിൽ അത് ഇവട്ടം കൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പം അത് പിന്നെ സച്ചിയേട്ടാ ആ കൂട്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ഒരു വർഷേനെ അറിയൂലോ, അന്ന് ഏട്ടന് ഹോസ്പിറ്റലല്ല സോറി ജയിലിൽ കിടന്നപ്പം രക്ഷിക്കാൻ വന്നില്ലായിരുന്നോ ഒരു പെൺകുട്ടി, വർഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാന്നൊക്കെ പറഞ്ഞത്. ഓഹോ എനിക്ക് മനസ്സിലായി, അതാ ഈ വർഷ എന്ന് പറയുന്ന പെൺകുട്ടി, അത് ഇയാളുടെ മകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതെന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ശരി, ഓക്കെ കുഴപ്പമില്ല, ആ പെൺകുട്ടി ചിലപ്പോൾ പാവമായേക്കാം, ആ പെൺകുട്ടി നമുക്ക് വേണ്ടി നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇയാളുടെ പെൺകുട്ടി ആയതുകൊണ്ട്, ഇയാളുടെ മകളായതുകൊണ്ട് വേറെ ഒന്നും വേണ്ട, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പോലും ആവശ്യമില്ല, നീ ഇനി ആ പെണ്ണുമായിട്ട് മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല, ആ കോണ്ടാക്ട് ഇവിടം കൊണ്ട് നിർത്തിക്കോണം, ഇനി എന്റെ മുന്നിൽ ഈ ഒരു ഇതായിട്ട് വന്നേക്കരുത്, അതുകൊണ്ട് ഞാൻ പറയാ വെറുതെ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം, ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ചിലപ്പോൾ ആ കുട്ടി നല്ലതായിരിക്കാം, ആ കുട്ടി നല്ല രീതിയിൽ തന്നെ ആയിരിക്കാം ജീവിക്കുകയും അതുപോലെ തന്നെ അതിന്റെ അച്ഛനും അമ്മേനെയും പോലെയൊക്കെ അല്ലായിരിക്കാം, പക്ഷെ നമുക്കതിന്റെ കാര്യമില്ല, അവളുടെ അച്ഛനും അമ്മ ഏതായാലും ഇവരല്ലാതെ വേറെ ആരും അല്ലല്ലോ, അപ്പൊ പിന്നെ അതിന്റെ കാര്യമില്ല, ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരി സച്ചേട്ട ഇനി ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ ഇതിന്റെ പേരിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, പക്ഷെ നീ ആ പെണ്ണുമായിട്ട് ഒരു ബന്ധം ഇനി പാടില്ല എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നമ്മുടെ സച്ചി പറഞ്ഞ് നിർത്താണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനിലുള്ളത് നമ്മുടെ ശ്രുതിയും സുതിയുമാണ്. അങ്ങനെ ശ്രുതി ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ്, ഓഫീസിലേക്കൊന്നും അല്ല പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്, വെറുതെ പാർക്കിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി വന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതിനെ കയറി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, സമയമായോ, ഏതായാലും ഇന്ന് പോകണ്ട, ഇന്ന് ലീവ് എടുക്ക്, നമുക്ക് ഇന്ന് ലീവ് എടുത്താലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്താ, ഇന്ന് ലീവ് എടുക്കാലോ, പ്രശ്നമൊന്നുമില്ല. എന്നാ വേണ്ട ശ്രുതി, അങ്ങനെ ശ്രുതിക്ക് പെട്ടെന്ന് ലീവൊക്കെ കിട്ടോ, പെട്ടെന്ന് ലീവ് കിട്ടുമെന്ന് ചോദിച്ചാൽ ലീവൊക്കെ കിട്ടും, എന്നാ പിന്നെ ഇന്ന് ലീവ് എടുക്കണ്ട, ഞാൻ പറയാം, നമുക്ക് കുറച്ച് ദിവസത്തേന് ചെറിയ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ, അല്ല ശരത്ത് എന്റെ കോളറെ കയറി പിടിച്ചപ്പം നീ അടിക്കാനും മാത്രം നീ എന്നെ അത്രമാത്രം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതിനിപ്പോ എന്താ, ഞാൻ കണ്ടതിൽ വെച്ച് അല്ല എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവ് തന്നെയാണ് സുധീനെ ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞ അഭിമാനം മാത്രമേ ഉള്ളൂ, നല്ല വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അതുപോലെ തന്നെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്, അപ്പൊ പിന്നെ എന്തിനാ ഞാൻ സുധീനെ അകറ്റി നിർത്തേണ്ടത്, എനിക്ക് അകറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് സുധി എന്നൊക്കെ പറയുന്നു. എന്നാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കുറച്ച് പൊങ്ങിയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക കേട്ടോ നമ്മുടെ ശ്രുതി, വേറൊന്നുമല്ല, ശ്രുതി ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം, എനിക്ക് ശ്രുതിനെ കുറിച്ച് ഒരു ചെറിയൊരു പരാതിയുണ്ട്, അത് വേറെ ഒന്നുമല്ല, അടുത്ത മാസം മുതൽ നമുക്കിവിടെ ചെലവിന് കൊടുക്കണം, ഇതുവരെ ശ്രുതി ഇവിടെ ചെലവിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോ ഈ മാസം ശമ്പളവും കിട്ടുമല്ലോ, ഇനിയിപ്പോ അങ്ങോട്ടേക്ക് എല്ലാ മാസം ശമ്പളം കിട്ടുമ്പം അതിലൊരു വിഹിതം നമുക്കിവിടെ ചെലവിനും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ടോ. ചെലവിന് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഞെട്ടും, കാരണം ശ്രുതിയുടെ കയ്യിൽ 5 പൈസയില്ല, ജോലിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല, അപ്പം പാർക്കിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടി വരച്ച് നിന്നപ്പോഴത്തേക്കും എന്താ ശ്രുതിക്ക് അതിന് പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ പറ്റും ശ്രുതി, എനിക്ക് പറ്റും, എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, നമ്മള് ഒരു ചെറിയ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തില്ലായിരുന്നോ, അപ്പൊ അവിടെ നമുക്ക് പോകാൻ വേണ്ടി 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ ഞാനൊരു ഏജൻസിയുടെ ഒരു ഇതിട്ടേക്കാം, കമ്പനിയുടെ ഒരു ID ഇട്ടേക്കാം, അവിടെ പോയിട്ട് ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതിനുള്ള പൈസ ശ്രുതി ഏതായാലും ചോദിക്കുക, കാരണം ഇത്രയും ദിവസം പണി ചെയ്തതിന്റെ പൈസ കിട്ടാതിരിക്കത്തില്ലല്ലോ, അപ്പൊ അത് അഡ്വാൻസ് ചോദിച്ചിട്ട് അത് ബുക്ക് ചെയ്യണം. ഇന്നിപ്പം കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് കുറച്ച് പൈസ കുറവിലൊക്കെ കിട്ടും, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ശ്രുതി അത് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കിളി വീണ്ടും പറന്നു പോയിട്ടോ, ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ഈ സമയത്ത് അതും ലീവൊക്കെ കിട്ടുമോ, അല്ല കുറച്ച് നേരം മുമ്പല്ലേ ശ്രുതി പറഞ്ഞത് ലീവ് കിട്ടുന്ന, എപ്പോൾ ചോദിച്ചാലും ലീവ് കിട്ടുന്നു, അതൊക്കെ കിട്ടുന്നേ, വിവാഹം കഴിഞ്ഞ ഉടനെ അത് പറഞ്ഞാൽ മതി, ഹണിമൂണിനാന്ന് പറഞ്ഞാൽ ഹണിമൂൺ ലീവൊക്കെ എല്ലായിടത്തും കൊടുക്കുന്നതൊക്കെ തന്നെയാ, അപ്പൊ അതുകൊണ്ട് ലീവൊക്കെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ബാഗൊക്കെ എടുത്ത് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക ഒരു വിധത്തിന്. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ വർഷയാണെങ്കിൽ ഫോൺ വിളി, എന്ത് ചെയ്താൽ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല, അപ്പൊ എന്താണെന്നും ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വർഷ വേറൊരു കാര്യം ചെയ്തു, നേരെ രേവതിനെ വിളിക്കുകയാണ്. അപ്പൊ രേവതിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ന്യൂസ് ഒക്കെ കിട്ടൂലോ, ഇനിയിപ്പോ ശ്രീകാന്ത് അവിടെ ഉണ്ടോ, അതോ ഇനിയിപ്പോ ശ്രീകാന്ത് എവിടെ റെസ്റ്റോറന്റിൽ തന്നെയാണോ ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്.
അങ്ങനെ നമ്മുടെ രേവതി ഫോൺ എടുത്തു. ഹായ് വർഷയോ, എന്താ വർഷ, കുറെ ദിവസം ആയല്ലോ വിളിച്ചിട്ട് എന്നൊക്കെ ഓർത്ത് സംസാരിക്കണം. അപ്പൊ വർഷ പറഞ്ഞു, അല്ലെങ്കിലും കുറെ ദിവസം ആയല്ലോ വിളിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ രേവതിനെ വിളിച്ചത്. രേവതി എന്റെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയല്ലേ, അപ്പൊ അതായിട്ട് കണ്ടാൽ മതി. രേവതിക്ക് എന്താ ഉണ്ട് വിശേഷമൊക്കെ. അതുമല്ല നിങ്ങള് ഹരിയും ഭർത്താവിനും ഇടയിൽ ചെറിയൊരു കല്ലുകടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, എന്തോ സത്യം മറച്ചു വെച്ചെന്നോ, ആ പ്രശ്നമൊക്കെ മാറിയോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ പണ്ടേ മാറി, ഏതായാലും അത് വിളിച്ചു ചോദിക്കാനുള്ളൊരു മനസ്സ് വർഷ കാണിച്ചല്ലോ, എനിക്ക് എന്തോ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞപ്പം. അത് പിന്നെ ഒരു ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. അല്ല ഇപ്പൊ എവിടെയാ ശ്രുതി, ഡബിങ് സ്റ്റുഡിയോയിലാണെന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ ശ്രുതി അല്ല കേട്ടോ, സോറി വർഷ, ഡബിങ് സ്റ്റുഡിയോയിലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ ഡബിങ് സ്റ്റുഡിയോയിലാണ് ഉള്ളത്. പിന്നെ ഞാനിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ലഞ്ച് ടൈം ഉണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടി ഇറങ്ങിയതാന്ന് പറഞ്ഞു. ആണോ, എന്നിട്ട് എന്താ ഫുഡ് കഴിക്കാത്തത്? അത് പിന്നെ ഞാൻ ശ്രീകാന്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പൊ പിന്നെ അതുകൊണ്ട് ഫുഡൊന്ന് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആണോ, ശ്രീകാന്ത് അതിന് ഇന്ന് റെസ്റ്റോറന്റിൽ പോയില്ലല്ലോ, അവൻ ഇവിടെ ഉണ്ട്, അവൻ റെസ്റ്റോറന്റിൽ പോയില്ല, പിന്നെ എങ്ങനെയാ അവന് ഫുഡ് വിളിച്ചാൽ ഓർഡർ ചെയ്യുക, അപ്പൊ അതുകൊണ്ടായിരിക്കും അവൻ ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി, ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ പോയിട്ടില്ല എന്ന് നമ്മുടെ വർഷയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടോ. എന്തായാലും എല്ലാ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, അന്ന് രേവതി ഉണ്ടാക്കിയില്ലായിരുന്നു ഒരു അടിപൊളി ചിക്കൻ കറി, അത് കൂട്ടി എനിക്ക് കഴിക്കാൻ തോന്നുകയാണ്, അപ്പൊ അതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനിപ്പോ എന്താ, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരാലോ എന്ന് പറഞ്ഞു. രേവതിക്ക് വലിയ ഇഷ്ടമാണല്ലോ അങ്ങനെയൊക്കെ സഹായം ചെയ്യാനൊക്കെ. അങ്ങനെ രേവതി അങ്ങനെ സഹായം ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ രേവതി എന്ത് ചെയ്തു, ചിക്കനൊക്കെ വെച്ച് ഒരു അടിപൊളി ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്റെ ചിക്കൻ കുറുമ എന്തോ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓഫീസിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ ചെന്നിട്ട് വേറെ ഒന്നിനും അല്ല ശ്രുതി, അവിടെ ചെന്ന് കുറച്ച് ദിവസം പണിത പൈസയെങ്കിലും കിട്ടുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണല്ലോ എന്ന് ഓർത്ത്, വർക്ക് ചെയ്ത പൈസ കിട്ടൂലോ എന്ന് ഓർത്താണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫുകൾ സഹിതം നമ്മുടെ ശ്രുതിനെ വഴക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം നമ്മുടെ ശ്രുതി കാരണം അവർക്ക് കിട്ടാനുള്ള ദീപാവലിക്ക് അങ്ങോട്ട് കിട്ടാനുള്ള ആ ഒരു ഓണത്തിനോ ദീപാവലിക്കോ കിട്ടാനുള്ള ബോണസ് സഹിതം നമ്മുടെ ശ്രുതി കാരണം പോയി. അപ്പൊ അതുകൊണ്ട് സ്റ്റാഫുകൾക്ക് സഹിതം നമ്മുടെ ശ്രുതിയോട് ദേഷ്യമാണ്. അപ്പൊ ശ്രുതിനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ അവിടെ അടിച്ചിറക്കി വിടുന്ന പോലെയാണ് ശ്രുതിനെ അവിടുന്ന് വിടുന്നത്. അങ്ങനെ ശ്രുതി ഒരു ഗതി പരഗതി ഇല്ലാതെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഹണിമൂൺ ട്രിപ്പിന് പോകുകയും വേണം. നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചമ്മി നാറാനും പറ്റില്ല, ജോലി ഇല്ലെന്ന് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ശ്രുതി നടക്കാൻ കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ നമ്മുടെ വിശേഷം അവസാനിക്കാൻ പോകുന്നത്. പിന്നെ ഒരു സീനും കൂടെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്തിനോട് രേവതി പറയുകയാണ്, ഞാൻ കുറച്ച് ചിക്കൻ ഐറ്റംസ്, അതായത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന എന്തോ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് വർഷയ്ക്ക് കൊണ്ട് കൊടുക്കണം, അവൾ എന്നോട് വിളിച്ച് ചോദിച്ചു എന്ന് പറയാണ്. ആകെ പെട്ടുപോകുന്നൊരവസ്ഥ. നമ്മുടെ രേവതിയോട് വേറൊന്നും പറയാനും പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കുകയാണ് വഴക്കാണ് എന്നൊന്നും പറയാനും പറ്റത്തില്ല. ഒരവസ്ഥയിൽ നമ്മുടെ ശ്രീകാന്തും പെട്ടുപോവുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിങ് കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരെ നമ്മൾ നാളെ രാവിലെ എന്നും ഇടുന്നത് പോലെ 6:50 തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം ഇടും. അതുപോലെ ഒരു 7:30 ആകുമ്പോൾ നമ്മുടെ ഗോമതിയുടെയും ബാലിന്റെയും കഥയിടും. പിന്നെയാണ് നമ്മൾ നന്ദയുടെയും ഗൗതമിന്റെയും കഥ ഇടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ ഇട്ടതിന് ശേഷമായിരിക്കും ഗൗതമിന്റെയും നന്ദയുടെയും കഥ ഇടുന്നത്. അപ്പൊ ഈ 3 കഥകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.